നമസ്തേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗൃഹത്തെ സംബന്ധിച്ച് തന്നെയാണ്, വീടിനെ സംബന്ധിച്ച് തന്നെയാണ്. മാതൃകാ ഭവനത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു സസ്യം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആര്യവേപ്പ് ദിവസവും അതിൻ്റെ ഇലയെടുത്ത് മിക്സിയിലോ മറ്റോ അരച്ച് അതിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് വളരെ കയ്പുള്ളതായിരിക്കും. എന്നാലും അതിൽ നാരങ്ങയോ മറ്റോ പിഴിഞ്ഞ് ആ ജ്യൂസ് കഴിക്കുന്നത് വളരെ ഔഷധ ഗുണം ഉള്ളതാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ പറയുന്നത് ഗൃഹത്തിലെ കിണറിനെ കുറിച്ചാണ്. ഉചിതമായ സ്ഥാനത്ത് കിണർ കുഴിക്കണം. കിണർ ഒരിക്കലും വറ്റാൻ ഇടവരരുത്. കിണറിൽ നിന്ന് നിത്യേന ജലം എടുത്തുകൊണ്ടിരിക്കണം. കിണറ്റിൽ മാലിന്യങ്ങൾ, മണ്ണ്, കല്ല് എന്നിവ ഇടുക, തുപ്പുക, കിണറിനകത്ത് വൃക്ഷങ്ങൾ നടുക ഇവയൊന്നും ചെയ്യരുത്. ജലത്തിന് നല്ല സൂര്യപ്രകാശം കിട്ടണം. ജലത്തിന് ഒരു ഗുരുത്വമുണ്ടാകാതിരിക്കാൻ നിത്യേന തുടിച്ച് ജലം കോരിയെടുക്കണം. കിണർ വലയിട്ട് സംരക്ഷിക്കണം. വർഷത്തിലൊരിക്കൽ ചേറ് നീക്കി കിണർ വേണ്ടത്ര താഴ്ത്തിക്കൊണ്ടിരിക്കണം. കിണറിൻ്റെ ചുറ്റും മണ്ണിടിയാതിരിക്കാൻ ബലപ്പെടുത്തിയിരിക്കണം. കിണറിന് ചുറ്റും മതിൽ കെട്ടിയും സംരക്ഷിക്കണം. ആണ് കിണറിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു കാലഘട്ടത്തിൽ ചില പുതിയ വീടുകളിലെല്ലാം ഇങ്ങനെയൊരു ഫാഷൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ നല്ലതുമാണ്. എന്താണെന്ന് വെച്ചാൽ അത് തുളസിത്തറ. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും വീടിൻ്റെ കിഴക്ക് വശത്തു നിന്നുമുള്ള മുഖ്യ വാതായനത്തിന് നേർക്കുമായിരിക്കണം തുളസിത്തറ. ഇത് നിശ്ചിത വലിപ്പം വേണം. വീട്ടിലെ തറ ഉയരത്തിനേക്കാൾ താഴ്ന്നതാവരുത് തുളസിത്തറ. കൃഷ്ണ തുളസിയാണ് നടാൻ ഉത്തമം. തറയിൽ ഒന്നിലധികം തുളസിത്തൈകൾ നടേണ്ടതും നിത്യേന നനയ്ക്കേണ്ടതും വിളക്ക് വെക്കേണ്ടതും വലം വെക്കേണ്ടതുമാണ്. കളകൾ, പുല്ലുകൾ, അഴുക്കുകൾ, ഉണക്കിലകൾ എന്നിവ നിത്യവും നീക്കം ചെയ്യണം. തുളസിയുടെ പരിസരത്ത് അശുദ്ധമായി പ്രവേശിക്കുകയോ എച്ചിൽ മുതലായവ ഇടുകയോ അരുത്. അശുദ്ധമായി തുളസിയെ സ്പർശിക്കാനോ ഇല പറിക്കാനോ പാടില്ല. കഴിയുന്നതും നാമം ജപിച്ചുകൊണ്ടാണ് തുളസി ചെടിയുടെ പരിസരത്ത് ചെല്ലേണ്ടത് തന്നെ. പൂജയ്ക്കല്ലാതെ തുളസിപ്പൂവ് ഇറുക്കരുത്. തുളസിപ്പൂവ് ഉണങ്ങിയതാണെങ്കിൽ പോലും ചവിട്ടാൻ ഇടവരരുത്. തുളസിയില ചവച്ച് തിന്നുകൂടാ. തുളസി വളരുന്നിടത്ത് തുപ്പാനോ മലമൂത്ര വിസർജനം ചെയ്യാനോ പാടില്ല. സന്ധ്യയ്ക്കും ഏകാദശികളിലും ചൊവ്വ, വെള്ളി എന്നീ ആഴ്ചകളിലും തുളസിപ്പൂവ് പറിക്കാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം വരാം. ഔഷധത്തിനും മറ്റും വേണ്ടി തുളസി ഇലകൾ നമുക്ക് ആവശ്യം വരും. വീടുകളിൽ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട്, തുളസി നീര് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? അതിന് തുളസിത്തറയിലെ തുളസി ഉപയോഗിക്കരുത്. അതിനായി ഔഷധ ഉപയോഗങ്ങൾക്കും മറ്റ് ഗൃഹ ഉപയോഗങ്ങൾക്കുമായി വേറെ ഒരു തുളസി മറ്റെവിടെയെങ്കിലും വയ്ക്കുക. ഇനി നമ്മൾക്ക് കൂടുതൽ ഇപ്പോൾ പുതിയ വീടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വീടുകളിൽ കാണുന്ന ഒരു പ്രത്യേക മുറിയാണ്, ചെറിയൊരു മുറി എല്ലാവരും ഇപ്പോൾ സജ്ജീകരിച്ചിട്ട് വരുന്നുണ്ട്. അത് പൂജാമുറിയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പുതിയ വീടുകൾ വയ്ക്കുന്ന കുറച്ച് ശേഷിയുള്ള ആളുകളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പൂജാമുറി ഉണ്ടാക്കുക. ഓരോ വീട്ടിലും ഈശ്വര സ്മരണയ്ക്കായി ഒരു നിശ്ചിത സ്ഥാനം ഉണ്ടായിരിക്കണം. ഉചിതമായ സ്ഥാനങ്ങളിലേ പൂജാമുറി ആകാവൂ. തെക്കും വടക്കും പൂജാമുറി ഒഴിവാക്കണം. നിരൃതി കോണും ഈശാന കോണും പൂജാമുറിക്ക് നല്ലതാണ്.
പൂജാമുറിയിൽ ശ്രീ ഭഗവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി, അഷ്ടമംഗല വസ്തുക്കൾ, ആവണപ്പലക, ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ, ഗ്രന്ഥം എന്നിവ വേണം. പൂജാമുറി നിത്യേന വൃത്തിയാക്കി സുഗന്ധപുഷ്പങ്ങൾ, സുഗന്ധവസ്തുക്കൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം. ഇത് നമുക്ക് നമ്മുടെ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാലും കഴിയുന്നത്ര വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കണം. നിത്യവും 2 നേരവും 2 വശവും തിരിയിട്ട് എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിക്കണം. പ്രാതഃസന്ധ്യയിൽ ഗ്രന്ഥപാരായണം, സായം സന്ധ്യയിൽ ഭജന, നാമജപം എന്നിവയും വേണം. പൂജാപുഷ്പങ്ങളും പൂമാലകളും ചാർത്തിയിരിക്കണം. പൂജാപത്രങ്ങൾ വേണം. നിത്യവും പൂജ, നിവേദ്യം എന്നിവ നടത്തുന്നത് വളരെ നല്ലതാണ്. നിലവിളക്ക് ഓട്ടുവിളക്കാവണം. എണ്ണ നിറയെ ഒഴിക്കണം. കരിന്തിരി കെടാനിടവരരുത്. ഓരോ ദിവസവും വിളക്ക് തുടച്ച് പുതിയ എണ്ണയൊഴിച്ച് പുതിയ തിരിയിട്ട് കത്തിക്കണം. വിളക്ക് തെളിയിച്ചാൽ ദീപപൂജ ചെയ്യണം. വീടിനകത്തെ എല്ലാ അംഗങ്ങൾക്കും, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയ്ക്കും എല്ലാ മുറികളിലും ദീപം കാട്ടണം. ചന്ദനത്തിരി, ദശാംഗം എന്നിവ കത്തിക്കുന്നതും നല്ലതാണ്. ദീപം കൊളുത്തുന്നത് ഒരു ദിവസവും മുടങ്ങരുത്. വിളക്ക് തറയിൽ വെക്കരുത്. ഇത്രയുമൊക്കെയാണ് പൂജാമുറിയുടെ കാര്യങ്ങൾ പറയുന്നത്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭൗതികമായും ആത്മീയമായുമുള്ള ഉന്നതികളും അരോഗാവസ്ഥയുമൊക്കെ ഉണ്ടാകും എന്നത് സംശയമില്ല. അടുത്ത വീഡിയോയിൽ അടുക്കളയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.